നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെ നമ്മുടെ കുഞ്ഞായനെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. കള്ളക്കുഞ്ഞ് ഉറങ്ങുന്നോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ എടുത്ത് ഈ വീട് മുഴുവൻ ഓടി നടന്നേനെ. ശരിയാ, നിങ്ങൾ നോക്കിക്കോ, കുഞ്ഞിനെ ഉണർന്നു കഴിഞ്ഞാ ഇനി ഞാനാ അവനെ എടുക്കുന്നേ, വേറെ ആർക്കും തരില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ കാശി കൊച്ചു കുഞ്ഞല്ലേ, ഇപ്പൊ അവനെ അങ്ങനെ എടുത്തോണ്ട് ഓടാനൊന്നും പറ്റില്ല. കാശിയോ? അതാരാ? അത് മനസ്സിലായില്ലല്ലോ. ആ, അത് നിങ്ങൾ മറന്നോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ അത്താഴം കഴിക്കുമ്പോ പറഞ്ഞുറപ്പിച്ചത്? മേഘനാഥന് മകൻ പിറക്കുമ്പോ കാശിനാഥൻ എന്നാണ് നമ്മളെ പേരിടാൻ പോകുന്നതെന്ന്. ആ, അത് ശരിയാ, അന്ന് ഏട്ടനും ഉണ്ടായിരുന്നു. ആ, ഓർമ്മയുണ്ട്. പേരൊക്കെ സമ്മതിക്കാം, പക്ഷേ മറ്റേ കാര്യം സമ്മതിക്കാൻ പറ്റില്ല. ഏത് കാര്യം? നമ്മുടെ കുഞ്ഞുമോൻ കോട്ടയ്ക്കൽ അംശത്തിലാണെന്നുള്ള കാര്യം. ഇവൻ തൃപ്പങ്കോട്ട് അംശത്തിന്റേതാ, തൃപ്പങ്കോട്ട് തറവാടിന്റെ സ്വത്ത്. നമ്മുടെ അച്ഛന്റെ പാരമ്പര്യം, അത് മാത്രം അമ്മ വിട്ടുകൊടുക്കരുത്. എന്താ, സമ്മതിച്ചോ? അതിലിത്ര സമ്മതിക്കാൻ എന്താ ഉള്ളത്? ഞാനും പറഞ്ഞതല്ലേ ഈ കുഞ്ഞ് നമ്മുടെ അച്ഛന്റെ പുനർജന്മമാണെന്ന്. നമ്മുടെ കുഞ്ഞൻ തൃപ്പങ്ങോട്ടെ കാരണവരാ, കോട്ടയ്ക്കൽക്കാരുടെ അല്ല. വളരെ നല്ല കാര്യം, വാക്കാണല്ലോ. വാക്ക്. പോകല്ലേ, നിക്കവിടെ. ആഹാ, നിങ്ങളെന്താ അവിടെ നിന്ന് കളഞ്ഞ? വരൂ, അകത്തേക്ക് വരൂ. ഞങ്ങൾ വന്നപ്പോ നിങ്ങൾ എന്തോ ഗഹനമായ ചർച്ചയിലായിരുന്നു. അതിനെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി. ഏയ്, അങ്ങനെ വലിയ ചർച്ചയൊന്നുമില്ല. കുഞ്ഞിന്റെ ഭാവി എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. അതിനാദ്യം വേണ്ടത് ഉടനെ ഈശ്വരിയമ്മയെ വിളിച്ച് കുഞ്ഞിന്റെ ജാതകം എഴുതിക്കല. ഇപ്പൊ തന്നെ വിളിപ്പിക്കണം. അതിപ്പോ അവരേതോ തീർത്ഥാടനത്തിന് പോയിന്നല്ലേ പറഞ്ഞത്? ഏയ്, അതൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മ. നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ രാധയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം ഈശ്വരിയമ്മയെ വിളിക്കാൻ. മോളെ രാധേ, നീ അമ്മയുടെ ആശ്രമം വരെ ഒന്ന് പോണം. ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞാ മതി, ഈശ്വരിയമ്മ ഓടി വന്നോളൂ. ശരി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.